ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തായി എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നലെ ചെറിയ അപ്പാൻ്റെ അടുക്ക് പോകാൻ വിചാരിച്ചു. ഉറപ്പോലെ മാറി അങ്ങനെ വലിയ അപ്പാൻ്റെ ഒക്കെ ചെറിയ അപ്പാൻ്റെ പേർക്ക് വന്നു. അതിൻ്റെ ഇടയിൽ ഓന് കേൾക്കുന്നുണ്ട് വ്ളോഗ് എടുക്കുന്നതാണല്ലോ. അങ്ങനെ പിന്നെ സാധനമല്ലേ മീങ്ങി, പിന്നെ ബൂമറിൽ മീങ്ങി അങ്ങ് ബൂമറിൽ തിന്നുകൊണ്ട് പോയി ഗൈസ്. ഇതാണ് എൻ്റെ ചെറിയ അപ്പാവും ചെറിയ അമ്മാവും. സ്ഥലമെല്ലാം നല്ല സ്ഥലം ഗൈസ്. കുറേ വണ്ടി വെക്കാനും ജാഗയുണ്ട്. കുറേ വലിയ വലിയ ഗ്രൗണ്ടെല്ലാം ഉണ്ട് അപ്പുറത്തെല്ലാം. വണ്ടി പഠിക്കുന്ന പഠിക്കാം. ഞാൻ ഇതിൽ തട്ടാക്കാൻ പറയുമ്പോൾക്ക് അപ്പം അങ്ങോട്ടൊക്കെ തട്ടാക്കുന്നത് ഗൈസ്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ചായ വെക്കലായി. എണ്ണത്തിനനുസരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ചായ കൂട്ടലായി ഗൈസ്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ചായ കൂട്ടൽ എന്തെല്ലാം ഉണ്ടായിന്. ഒരു ബിസ്ക്കറ്റും ഒരു എന്തോ സാധനം പപ്സ് പോലത്തെ മിക്ചർ, പിന്നെ ഒരു കേക്ക്. അതിൻ്റെ ലീച്ചനെ പൈപ്പിക്കുന്നുണ്ടായിന്. ഇതാണ് ഗൈസ് അതിൻ്റെ മൂത്താനം മോള്. ലേറ്റ് ഇല്ല പറഞ്ഞിട്ട് ക്രൈക്കൊണ്ടിരിക്കുന്നത്. ഇത് ആമാൻ്റെ സ്പെഷ്യൽ സാധനം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാതെ എന്ത്. പിന്നെ ഇവിടെ ഫാമിലിയിലൊത്തു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തമാശയും കളിയും ചിരിയല്ലോ. പിന്നെ അവിടെ നടന്ന് അപ്പുറത്തെ ഇപ്പുറത്തെ പെരക്കാരെല്ലാം വിട്ടിട്ട് മുന്നത്തെ പുരയിൽ വന്നിട്ട് നമ്മളെ ബേജാറെല്ലാന്ന് മെയിനായിട്ട് പറയുന്നുള്ളൂ. അങ്ങനെ റൂമിലൊക്കെ പോയിട്ട് നോക്കുമ്പോൾ ഒരുത്തന് നല്ല മഴ പെയ്യുമ്പോൾക്ക് ഫാൻ ഒട്ടിച്ച് കിടന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. എന്തോ എൻ്റെ എല്ലാ അവസ്ഥ അപ്പൊക്ക്. ഇതാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. ഇത് കപ്പ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷ്. പ്രത്യേകിച്ചിട്ട് ഇനി പേരൊന്നുമില്ല എന്ന് തോന്നുന്നത്. പിന്നെ എനിക്കറിയാലോ ബാണങ്ങ് മസാല കൊള്ളിന്ന് അങ്ങനെ എന്താ മറ്റു പേരുണ്ടായിന്. റെസിപ്പി വേണമെങ്കിൽ എന്നോട് ചോദിച്ചു. ഞാൻ ആ മാട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. സംഭവം നല്ല ടേസ്റ്റുള്ള അടാറ് സാധനമായിരുന്നു കഴിച്ചത്. നല്ല വാങ്ങണ്ടേന്. അതിലേക്ക് നല്ല മസാലയും പറ്റിയിട്ടുണ്ടായിന്. ഇടയിൽ പിന്നെ എനിക്ക് ചിരിക്കാനെല്ലാം വന്ന്. പിന്നെ എൻ്റെ ഉമ്മ എല്ലാവർക്കും ബൾബി കൊടുക്കുന്നുണ്ടായി. എൻ്റെ തലയാട്ടിൽ നിങ്ങൾക്ക് മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറച്ച് പട്ടാണ്ടി കാട്ടിലുണ്ടായിരുന്നു. അതും പറക്കി തിന്നു കഴിച്ച്. പിന്നെ എൻ്റെ ഭാവിയും എൻ്റെ ഫ്രണ്ടും എല്ലാം ഓളെ ഞാൻ കെട്ടിപ്പൊടിച്ച് ടാറ്റ ബൈ ബൈ. പിന്നെ ആപ്പാനോടും ടാറ്റ പറഞ്ഞു കഴിച്ച്. ഇവരെല്ലാം സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യത്തിനെല്ലാം മുന്നിട്ടിറങ്ങിയത്. നേരെ എൻ്റെ പൊരുക്ക് വിട്ട് കഴിച്ച്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.